ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ നമുക്ക് നല്ല എട്ടിൻ്റെ പണി തരുന്നതിന് മുമ്പ് ChatGPT പോലുള്ള ടൂളുകൾ പഠിച്ചിരിക്കണമെന്ന് നമ്മൾ നിരന്തരമായിട്ട് പറയാറുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ChatGPTക്ക് വരെ നല്ല എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നഷ്ടമായിട്ടുള്ളത് ഏറെക്കുറെ $1 ട്രില്യൺ മുകളിലാണ്. എല്ലാത്തിനും കാരണം ചൈനയിൽ നിന്ന് വന്ന ഈ ഒരു കുഞ്ഞൻ നീലത്തിമിംഗലം തന്നെയാണ്. ഡീപ് സീക്കിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് അമേരിക്കൻ ഓഹരി വിപണിക്ക് ഏറെക്കുറെ $1 ട്രില്യൺ നഷ്ടമായിട്ടുള്ളത്? ഈ ഡീപ് സീക്ക് നമുക്ക് ഓരോരുത്തർക്കും ഒരു വെല്ലുവിളിയായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ടോ? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് 3-4 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് എന്താണ് അമേരിക്കയിൽ സംഭവിച്ചത്, എങ്ങനെയാണ് അവിടെ ഇത്രയും വലിയൊരു മാർക്കറ്റ് ക്രാഷ് തന്നെ സംഭവിച്ചിട്ടുള്ളത്, $1 ട്രില്യൺ ഒക്കെ തന്നെയും എങ്ങനെയാണ് അവിടുത്തെ കമ്പനികൾക്ക് നഷ്ടമായിട്ടുള്ളത്, രണ്ടാമതായിട്ട് അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്, മൂന്നാമതായിട്ട് എന്താണ് ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന സാധനം, എങ്ങനെയാണ് അത് വലിയ തോതിൽ അമേരിക്കയെ ബാധിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ നാലാമതായിട്ട് ChatGPTയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഡീപ് സീക്കിൻ്റെ വ്യത്യാസങ്ങളായിട്ട് വരുന്നത്, എന്തുകൊണ്ടാണ് അതിന് എത്ര അധികം ആളുകൾ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെയും കേൾക്കുമ്പോൾ എന്തോ വലിയ ഗുരുതരമായിട്ടുള്ള കുറേ ടെക്നിക്കൽ ടേംസൊക്കെ അടങ്ങിയിട്ടുള്ളതാണെന്ന രീതിയിലൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. വളരെയധികം സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരനും ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിച്ച് പോകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഈ ഡീപ് സീക്ക് എന്നുള്ള കൃത്യമായിട്ടൊരു ധാരണ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറും ഒരു AI ടൂൾ എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഡീപ് സീക്കിനെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ജനുവരി 20-21 ദിവസങ്ങളിലായിട്ട് അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ തോതിലുള്ള ക്രാഷുകൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. വ്യത്യസ്ത കമ്പനികൾക്ക് ബില്യൺ കണക്കിന് ഡോളറുകളുടെ നഷ്ടമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തം പരിശോധിച്ച് നോക്കുമ്പോൾ അമേരിക്കൻ ഓഹരി വിപണിയിൽ ഏറെക്കുറെ $1 ട്രില്യൺ നഷ്ടം അവിടെ രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ NVIDIA എന്ന് പറയുന്ന ചിപ്പ് നിർമ്മാണ കമ്പനിയുടെ കാര്യം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഏറെക്കുറെ നഷ്ടമായിട്ടുള്ളത് $600 ബില്യൺ അതായത് 17% വലിയൊരു ഇടിവ് തന്നെയാണ് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഡേ ലോസ് തന്നെയാണ് അവിടെ അവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള മറ്റു ടെക് കമ്പനികളുടെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. വലിയ തോതിലുള്ള നഷ്ടങ്ങൾ അവർക്കും വന്നിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിനാണെങ്കിലും സ്പേസ് എക്സിനാണെങ്കിലും വ്യത്യസ്ത കമ്പനികൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഇതുപോലെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നഷ്ടങ്ങളുടെ എല്ലാം കാരണക്കാരനായിട്ടുണ്ടായിരുന്നത് ഡീപ് സീക്ക് എന്ന് പറയുന്ന ചൈനയിൽ നിന്നുള്ള ഒരു ചാറ്റ് ബോട്ട് ആയിരുന്നു. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഓൾറെഡി നമ്മൾ ഡീപ് സീക്കിനെ കുറിച്ച് ഇൻസ്റ്റയിൽ ഒരു വീഡിയോയിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് $1 ട്രില്യൺ ഒരു നീലത്തിമിംഗലം വിഴുങ്ങി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയൊരു നഷ്ടം വന്നിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. US സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കുത്തകയാക്കി വെച്ചൊരു കാര്യമായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനികളെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെയും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള AI മോഡലുകൾ ലോകത്തിന് മുന്നിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കമ്പനികളുടെ ഒക്കെ തന്നെയും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള AI മോഡലുകൾക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ചിപ്പുകൾ അവിടെ ആവശ്യമാണ്. അവിടെയാണ് NVIDIA എന്ന് പറയുന്ന കമ്പനി കടന്നു വരുന്നത്. ഇന്ന് നമുക്കറിയാം ലോകത്ത് ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ചിപ്പുകളൊക്കെ തന്നെയും നിർമ്മിക്കുന്നത് NVIDIA എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്ക കുത്തകയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മേഖല മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി മറ്റ് രാജ്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വലിയ തോതിൽ മികച്ചതായിട്ട് വരാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഈ ചിപ്പ് സെറ്റുകളുടെ ഒക്കെ തന്നെയും കയറ്റുമതി, വ്യത്യസ്ത രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി അമേരിക്ക ഓൾറെഡി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ചൈനയുടെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ചൈനയിലേക്ക് ഇത്തരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകളൊക്കെ തന്നെയും കയറ്റി അയക്കുന്നത് 2022 ഒക്ടോബർ മുതൽക്കേ തന്നെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ അമേരിക്കൻ കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ടൂളുകൾ അല്ലെങ്കിൽ AI മേഖലയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുക എന്ന് പറയുന്ന കാര്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കി രാജ്യങ്ങൾക്ക് അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്ത ഒന്നായിട്ട് മാറുന്നുണ്ട്. ഇനി അമേരിക്കയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനികൾ
കമ്പനികളുടെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവ ഇത്തരത്തിലുള്ള AI മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി മില്യൺ കണക്കിന് ഡോളറുകളാണ് അവിടെ ചിലവാക്കുന്നത്. അതിലൊരു ഉദാഹരണമായിട്ട് ChatGPT തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ChatGPT ഇന്ന് കാണുന്ന നിലയിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് OpenAI എന്ന് പറയുന്ന കമ്പനിക്ക് ചിലവായിട്ടുള്ളത് ഏറെക്കുറെ $100 മില്യൺ അതായത് ഏറെക്കുറെ 800 കോടി രൂപക്കും മുകളിൽ ചെലവഴിച്ചുകൊണ്ടാണ് ChatGPT പോലുള്ള ഒരു AI ടൂളിനെ അവർ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ പിന്നാമ്പുറം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏതായാലും വൈകാതെ തന്നെ നമുക്ക് പരാമർശിക്കാം, നമുക്ക് സംസാരിക്കാം. എന്തൊക്കെ തന്നെ ആയാലും ഇത്ര അധികം പണം ചെലവഴിച്ചിട്ടാണ് അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പനികളൊക്കെ തന്നെയും AI മോഡലുകളെ വിപണിയിലേക്ക് എത്തിക്കുന്നത്. അവിടേക്കാണ് ഈ ഒരു ഡീപ് സീക്ക് എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് കടന്നു വരുന്നത്, അല്ലെങ്കിൽ AI ടൂൾ കടന്നു വരുന്നത്. ഈ ഡീപ് സീക്ക് ആകെ കൂടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചിലവായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി വിനിയോഗിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് ഏറെക്കുറെ $5.6 മില്യൺ മാത്രമാണ്. അതായത് ChatGPT ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് $100 മില്യൺ ചിലവാക്കിയെടുത്ത് അതിൻ്റെ വെറും 5.6% മാത്രം ചിലവാക്കിയിട്ടാണ് ചൈനയിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു AI മോഡൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതും ഇനി രണ്ടും കൂടെ പരസ്പരം കമ്പയർ ചെയ്ത് നോക്കുന്ന അവസരത്തിൽ പല കാര്യങ്ങളും ChatGPT മികച്ച പെർഫോമൻസ് തന്നെയാണ് ഡീപ് സീക്ക് കാഴ്ചവെക്കുക കൂടെ ചെയ്യുന്നത്. അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വളരെയേറെ ചിലവ് ചുരുക്കിക്കൊണ്ട് അത്ര മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ചൈനയിൽ നിന്നുള്ള ഡീപ് സീക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് അവരുടെ AI ടൂളിനെ വിപണിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും NVIDIA എന്ന് പറയുന്ന ചിപ്പ് നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കേറ്റ വലിയൊരു അടി തന്നെയായിരുന്നത് പഴഞ്ചൻ ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള AI ടൂളുകളൊക്കെ മറികടക്കുന്ന രീതിയിൽ, അതായത് ChatGPTയുടെ പെയ്ഡ് വേർഷനിലൊക്കെ ലഭ്യമാകുന്ന ആ ഒരു സംവിധാനങ്ങളെക്കാളൊക്കെ തന്നെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന രീതിയിൽ തന്നെ ഡീപ് സീക്കിൻ്റെ ഫ്രീ വേർഷനിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതും ഓപ്പൺ സോഴ്സ് ആയിട്ട് തന്നെ ഇത് ലഭ്യമാകുന്നുണ്ട് എന്നൊക്കെ വന്നതോട് കൂടിയിട്ട് തന്നെയാണ് US മാർക്കറ്റിൽ ഇത്ര വലിയൊരു ക്രാഷ് തന്നെ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഈ ഒരു ഡീപ് സീക്ക് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും വളരെയധികം ആശ്ചര്യകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡീപ് സീക്ക് ആക്ച്വലി ഒരു സൈഡ് പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ, ഒരു സൈഡ് ഹസൽ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ള ഒന്നായിരുന്നു. 2023 ലിയാൻ വെങ്ഫെങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഡീപ് സീക്ക് എന്നൊരു ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി നിർമ്മിക്കുന്നത്. അതായത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഒന്നല്ല എന്ന് ചുരുക്കം. എന്നാൽ ഇക്കഴിഞ്ഞ ജനുവരി 20 അവരുടെ R1 ഡിജിറ്റൽ മോഡൽ അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അതാണ് ChatGPTയോടൊക്കെ കമ്പയർ ചെയ്യുന്ന രീതിയിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. എന്തൊക്കെ തന്നെ ആയാലും ലിയാനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അയാൾ ഓൾറെഡി ഹൈഫ്ലെയർ എന്ന് പറയുന്ന ഒരു ഹെഡ്ജ് ഫണ്ട് കമ്പനിയിൽ ഓൾറെഡി കോ ഫൗണ്ടർ ആയിട്ടുള്ള വ്യക്തിയാണ്. അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം AI പോലുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ലൈവ് മാർക്കറ്റിൽ ട്രേഡിംഗ് സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിനുവേണ്ടി സ്ട്രാറ്റജികൾ നിർമ്മിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് H800 പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകളും ഹാർഡ്വെയറുകളൊക്കെ അവരുടെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ ഒരു സൈഡ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ് പിന്നീട് ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു AI ചാറ്റ് ബോട്ടിലേക്കൊക്കെ തന്നെയും അവർ എത്തിച്ചേർന്നത്, അതിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയൊക്കെ തന്നെയും സ്ഥാപിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ സൈഡായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനി വളരെ ചെറിയ ചിലവിൽ എങ്ങനെയാണ് ChatGPT പോലെ 830-ലധികം കോടി ചിലവാക്കി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടിനെയൊക്കെ തന്നെയും കോമ്പീറ്റ് ചെയ്യുന്നത്, അതിനെയൊക്കെ തന്നെയും മറികടക്കുന്നത് എന്നൊരു കാര്യമായിരിക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓൾറെഡി ഇപ്പം നമുക്കറിയാം വ്യത്യസ്ത AI ടൂളുകൾ ലോകത്ത് വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്തേക്ക് വ്യത്യസ്ത AI ടൂളുകൾ എങ്ങനെ നമ്മളുടെ ജോലികളിലും ആവശ്യങ്ങളിലൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെയൊക്കെ തന്നെയും നേട്ടങ്ങൾ നമ്മളത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൈവരിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെയും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അവിടെ പണി കിട്ടും. നമുക്ക് പകരം ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ നമ്മുടെ ജോലികളും നമ്മുടെ അവസരങ്ങളൊക്കെ തന്നെയും തട്ടിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള AI ടൂളുകൾ അതെങ്ങനെ നിങ്ങളുടെ ജോലികളിലും ആവശ്യങ്ങളും ഉപയോഗിക്കാം, എങ്ങനെ കൂടുതൽ സമയം അതിലൂടെ ലാഭിക്കാം, എങ്ങനെ AI ഉപയോഗിച്ചുകൊണ്ട് സമ്പാദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കായിട്ട് AI മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് നമ്മൾ ഓൾറെഡി നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നലെ വരെ ChatGPT ആയിരുന്നു ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് മാറി ഡീപ് സീക്ക് ആണ്. ഇനിയിപ്പോൾ നാളെ വേറെ ഏതെങ്കിലും ഒരു ടൂളാണ് എങ്കിൽ കൂടെയും നമ്മുടെ ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏതൊരു AI ടൂൾ വന്നു കഴിഞ്ഞാലും അതൊക്കെ തന്നെയും എങ്ങനെ നിങ്ങളുടെ ജോലികളിലും ആവശ്യങ്ങളിലും ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ഒരൊറ്റ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് യഥേഷ്ടം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. അതും നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി മലയാളത്തിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണെന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ഉള്ളത് അപ്പോൾ മാത്രം കയറി നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ തന്നെയും കണ്ട് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ
നമ്മുടെ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ പുതിയ AI ടൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതൊക്കെ തന്നെയും അതാത് സമയങ്ങളിൽ നമ്മുടെ കോഴ്സിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പുറകിലാക്കപ്പെടാതെ നമ്മുടെ ഈ ഒരു കോഴ്സ് ഉള്ളിടത്തോളം കാലം AI മേഖലയിൽ കൃത്യമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല 5999 രൂപ വില വരുന്ന നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 100 ആളുകൾക്ക് നൽകുന്നത് വെറും 1499 രൂപക്കാണ്. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെയുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഡീപ് സീക്കിന് എങ്ങനെ വളരെ ചുരുങ്ങിയ ചിലവിൽ ഈ ഒരു കാര്യം ചെയ്യാൻ സാധ്യമായി എന്ന കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കാം. ഡീപ് സീക്ക് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി മാർക്കറ്റിലുള്ള മെറ്റയുടെ ലാമ എന്നൊക്കെ പറയുന്ന AI മോഡൽ പോലുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള മോഡലുകളുടെ മുകളിലാണ്. അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഈസിയാണ്. മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഇവരിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് മറ്റൊരു സിസ്റ്റമാണ്. ChatGPTയുടെ ആർക്കിടെക്ചറിനൊക്കെ പകരമായിട്ട് മിക്സ്ചർ ഓഫ് എക്സ്പെർട്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇവരിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ വളരെ ചെറിയ ചിപ്പുകളുടെ സഹായത്തോടു കൂടി തന്നെ ഇവർക്ക് ഡീപ് സീക്ക് പോലെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു AI ടൂളിനെ നിർമ്മിച്ചെടുക്കാൻ സാധിച്ചുള്ളത്. ഇവിടെ നമ്മൾ ChatGPTയുടെ പ്രവർത്തനം, അതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ബില്യൺ കണക്കിന് ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് ChatGPTയെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ് ChatGPT എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തവണയും നമ്മളൊരു ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ അതിൻ്റെ ബാക്ക് എൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ വലിയൊരു ന്യൂറൽ നെറ്റ്വർക്കിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മറുപടികൾ ChatGPTയിൽ നിന്ന് ലഭ്യമാകുന്നത്. അതായത് നമ്മളൊരു കാര്യം ചോദിക്കുന്ന അവസരത്തിൽ അത് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റകളിലൂടെയും കടന്നു പോയിട്ട് അതിൽ നിന്നൊക്കെ തന്നെയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഓരോ മറുപടികളും ChatGPT പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വലിയ പ്രോസസ്സിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ചിപ്പുകൾ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള AI ടൂളുകളൊക്കെ നിർമ്മിക്കുന്ന കമ്പനികളുടെ ആസ്ഥാനം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെയും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള $35,000 വില വരുന്ന ഏറെക്കുറെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചിപ്പുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലുള്ള AI ടൂളുകളുടെ ട്രെയിനിങ്സും മറ്റുമൊക്കെ തന്നെയും നടക്കുന്നത്. AI ടൂളുകളെ വിപണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനികൾക്കൊക്കെ തന്നെയും സാധിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് അമേരിക്കയുടെ മാത്രം കുത്തകയായിട്ട് അവശേഷിച്ചിരുന്നത്. ഒരുപാടധികം പണം വേണമെന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് ആരും വല്ലാണ്ട് ആ ഒരു മേഖലയിലേക്ക് കൈവെക്കാതിരുന്നിട്ടുണ്ടായിരുന്നതൊക്കെ. ഇനി നേരെ നമ്മൾ ചൈനയിലേക്ക് പോകുമ്പോൾ ഡീപ് സീക്കിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാര്യങ്ങൾ കുറച്ചധികം വ്യത്യസ്തമാണ്. അത് ബാക്കിയെല്ലാം വിടാൻ നമുക്ക് നമ്മുടെ ഈ ChatGPTയുടെ ന്യൂറൽ നെറ്റ്വർക്കും ടോക്കൺസും അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും വിട്ട് വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനത് വിശദീകരിക്കാം. നമുക്കൊരു ലൈബ്രറിയെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. അതായത് ലോകത്തുള്ള എല്ലാ അറിവുകളും അല്ലെങ്കിൽ ഭൂരിഭാഗം വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം അറിവുകൾ അടങ്ങുന്ന പുസ്തകങ്ങളുള്ള വലിയൊരു ലൈബ്രറി. ഈ ഒരു ലൈബ്രറിയെ പൂർണ്ണമായിട്ടും നോക്കിക്കൊണ്ട് നടക്കുന്നത് വളരെയേറെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു ലൈബ്രറിയൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്ന അവസരത്തിൽ നമ്മൾ നേരെ ഈ ഒരു ലൈബ്രറിയൻ്റെ അടുത്ത് നേരെ ചെന്നിട്ട് നമ്മുടെ ഒരു കാര്യം, നമ്മുടെ ഒരു ഡൗട്ട് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു ലൈബ്രറിയൻ ആ ലൈബ്രറിയിലുള്ള കംപ്ലീറ്റ് പുസ്തകങ്ങളിലൂടെയും അറിവുകളിലൂടെയും കടന്നു പോയതിന് ശേഷം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി തരുന്നു. ഈ ഒരു രീതിയിലാണ് ChatGPT വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാര്യം അവിടെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ചിപ്പുകളൊക്കെ തന്നെ അവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇനി നേരെ നമ്മൾ ഇതിന് പകരമായിട്ട് ഡീപ് സീക്കിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തിയെക്കുറിച്ച് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരുപാടധികം അറിവുകൾ അടങ്ങിയിട്ടുള്ള വലിയൊരു ഗ്രന്ഥശാല, വലിയൊരു ലൈബ്രറി. അവിടെ ഒരു ലൈബ്രറിയന് പകരമായിട്ട് വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരുപാടധികം ലൈബ്രറിയൻസ് നിൽക്കുന്നു. വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരുപാടധികം ഓരോരോ മേഖലകളിലും എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ അവിടെ നിൽക്കുന്നു. നമ്മൾ നേരെ ഈ ഒരു ലൈബ്രറിയിലേക്ക് കയറി ചെല്ലുന്നു. അവിടുത്തെ ഫ്രണ്ട് ഓഫീസറോട് നമ്മുടെ ഡൗട്ടുകൾ എന്താണോ അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട കാര്യം എന്താണോ ആ ഒരു കാര്യം പറയുന്നു. ആ ഒരു അവസരത്തിൽ ആ ഫ്രണ്ട് ഓഫീസർ ഈ ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള എക്സ്പേർട്ടിലേക്ക് നമ്മളെ നേരെ പറഞ്ഞയക്കുന്നു. നമ്മളുടെ ആ ഒരു ഡൗട്ട് ആ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തിയിലേക്ക് എത്തുമ്പോൾ അയാൾ പഠിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ, അറിവുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മറുപടി നമുക്ക് കൃത്യമായ നിലയിൽ തന്നെ ലഭ്യമാകുന്നു. അതായത് ആ ഒരു എൻ്റയർ ലൈബ്രറിയിലൂടെ അതിലെ മുഴുവൻ അറിവുകളിലൂടെയും കടന്നു പോകുന്നതിന് പകരമായിട്ട് ഒരു ചെറിയ ഭാഗത്തുള്ള അറിവുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അവിടെയുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി
കൃത്യമായ രീതിയിലുള്ള മറുപടികൾ നമുക്ക് ലഭ്യമാകുന്നു. ഇത്തരം ഒരു കാര്യം തന്നെയാണ് ഡീപ് സീക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചാറ്റ് GPT അപേക്ഷിച്ച് ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ ഇവിടെ അത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും, ചിപ്പുകൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും, ഇത്തരത്തിലുള്ള ഈ ഒരു മിക്സ് ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടെ വളരെയേറെ കൃത്യതയോടുകൂടിയിട്ടുള്ള മറുപടികൾ ഡീപ് സീക്കിന് നമുക്ക് നൽകാൻ കഴിയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വളരെ ചെറിയൊരു ചിലവിൽ ഡീപ് സീക്കിന് ചാറ്റ് GPT പോലും മലർത്തിയടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാടധികം അറിവുകൾ സമ്മാനിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ കൃത്യമായ നിലയിൽ എന്താണ് യൂസിൽ സംഭവിച്ചത്, എന്താണ് ഈ ഡീപ് സീക്ക് എന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ടെക്നിക്കൽ ടേംസ് പോലും വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നുള്ള കാര്യങ്ങൾ പോലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കേറ്റ വലിയൊരു അടി തന്നെയാണത്. അവരൊരു കുത്തകയാക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അവിടേക്കാണ് ചൈനയുടെ ഡയറക്റ്റ് എൻട്രി വന്നിട്ടുള്ളത്. അതും ഏറെക്കുറെ 20ഓളം എംപ്ലോയീസിനെ മാത്രം വെച്ചിട്ടാണ് ഡീപ് സീക്ക് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി നിലവിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം ചിലവ് ചുരുക്കി അത്രയും ചെറിയ രീതിയിൽ തന്നെയാണ് അവരിത് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു AI ടൂളിനെ നിർമ്മിച്ചെടുക്കാനും അവർക്ക് ഏതായാലും സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീപ് സീക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ തന്നെയും നേരെ ചാറ്റ് GPT ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീപ് സീക്കിനേക്കാളൊക്കെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് കൂടുതൽ സമയമൊന്നും എടുക്കേണ്ടതായിട്ട് വരില്ല എന്നൊരു കാര്യം കൂടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലികളും ആവശ്യങ്ങളിലൊക്കെ AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്ന വളരെ സിമ്പിളായിട്ടുള്ള മലയാളത്തിലുള്ള നമ്മുടെ AI ക്ലാസ്സിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ നോക്കും. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.